ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഒച്ച വയ്ക്കരുത്. ചോര കുമാരേട്ടാ, ഇത് കുമാരേട്ടാ, നീ ഒച്ച വയ്ക്കരുത്. കുമാരേട്ടാ, കുമാരേട്ടാ, ശാരദ മിണ്ടരുത്. നീ ഒച്ച വയ്ക്കരുത്. നീ ഒന്ന് സമാധാനപ്പെട്. ഇവനത് ചോദിച്ചു വാങ്ങിച്ചു വന്നതാ, അല്ലാതെ നമ്മളായിട്ടൊന്നും ചെയ്തതല്ലോ. നമ്മൾ ഇനി എന്ത് ചെയ്യും ഗോപാലേട്ടാ? ഇതൊരു കൊലപാതകമല്ലേ? നീ ഇങ്ങനെ കരഞ്ഞ ആളുകളെ വിളിച്ചു കൂട്ടല്ലേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഒന്ന് സമാധാനപ്പെട്. അയ്യോ, ആരോ വന്നിട്ടുണ്ട്. ആരോ വന്നു. നീ ആരാന്ന് പോയി നോക്ക്. വിഷ്ണു ഗോപാലേട്ടാ, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. നീ ചെന്ന് വാതിൽ തുറക്ക്. അയ്യോ, എനിക്ക് പേടിയാവുന്നു. ചെന്ന് വാതിൽ തുറക്ക്. പിന്നെ ഞാനിവിടെ വന്നിട്ടില്ല, ഇവനും വന്നിട്ടില്ല. ഒരു കാരണവശാലും നീ വിഷ്ണുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. അവൻ ഇങ്ങോട്ട് വരരുത്. ശാരദാമ്മേ, ഒന്ന് ചെല്ലു വേഗം. ശരി. മോനായിരുന്നോ? മോൻ വരുന്ന വഴിയാ? ഇവിടെ കേറിയിട്ട് പോണെന്ന് ശാലിനി പറഞ്ഞു. ശാരദാമ്മ, എന്തുപറ്റി? കൂടുതൽ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ?
ആലിങ്ക പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞ പോലെ തന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ആ വിഷ്ണുവിനെ പിടിച്ച് പൊട്ടിക്കാൻ നല്ലൊരു ചാൻസ് വന്നതാ. പക്ഷേ ഭാഗ്യമൊന്നൊന്ന് അവന്റെ പോക്കറ്റിൽ കിടക്കുക. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? താ അണ്ണാക്കി നാക്കും തിരി കിഴക്കോട്ട് നോക്കി ഇരുന്നോ. തനിക്ക് എന്തിന്റെ കടാണോ? ആ ഇനി എന്റെ മേക്കിട്ട് കയറിക്കോ. എടോ, ആ പെണ്ണിന്റെയും കഴിവുകെട്ട തന്തയുടെയും സ്വർണം പോയ കേസിൽ അവനെ പിടിച്ചൊന്ന് കൊടയാൻ പാടില്ലായിരുന്നു ഞങ്ങൾ ചോദിക്കുന്നത്. തന്നോട് ഇത്ര നേരം ഞാൻ വളവിക്കൊണ്ടിരുന്നേ. എടോ, അവനും അവന്റെ ഭാര്യയും പിള്ളേരും കൊണ്ട് ഏതാ കാട്ടിമ പെറ്റി നടക്കുക. എങ്കിൽ പിന്നെ അവന്റെ തള്ളയും പിടിച്ച് അകത്തിടണം. എന്തും അവൻ താനേ വാലും ചുരുട്ടി വരും. ഒരു ഗോൾഡൻ ചാൻസ് വന്ന് വീണിരിക്കുക. അത് വേണ്ട രീതിയിൽ ഇപ്പൊ പ്രയോജനപ്പെടുത്തിയ ഒരുപാട് ശത്രുക്കളെ നമുക്കിപ്പോ മുൾമുനയിൽ നിർത്താം. വിഷ്ണു അകത്തായ തൊണ്ടയില് ഭക്ഷണം നിന്നു പോകുന്ന കുറെ അധികം ഉപഗ്രഹ കൂട്ടങ്ങളുണ്ട്. സത്യഭാമയാണെങ്കിലും കുടുംബശ്രീ ശാരദയാണെങ്കിലും എന്തിനു പറയുന്നു, ശാലിനിയുടെ പോലും നെഞ്ചെടുപ്പ് കൂട്ടാൻ ഈ ഒരൊറ്റ പരിപാടി കൊണ്ട് നടക്കും. എടി, അത് ഞാനും കരുതിയിരിക്കുന്ന കാര്യമാ. ഇനി അവൻ സ്വർണം എടുത്തില്ലേലും നമ്മൾ അവനെ അങ്ങ് പ്രതിയാക്കും. എന്നിട്ട് അവന്റെ നാവിൽ തുമ്പിൽ നിന്ന് സ്വർണം ഉരുക്കി വിറ്റതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയിപ്പിക്കും. ഉരുക്കിയെടുക്കാൻ കൊണ്ടുപോയ കടയുണ്ടല്ലോ, അത് ഞാൻ സൃഷ്ടിക്കും. അങ്ങനെ അവനെ ആട്ടമൊടലം പൂട്ടി ഒരു പുതിയൊരു പേര് കൂടി ഞാനങ്ങ് ചേർത്തി കൊടുക്കണോ, കൊച്ചുണ്ണി വിഷ്ണു. കായംകുളം കൊച്ചുണ്ണിയുടെ അനിയൻ കൊച്ചുണ്ണി വിഷ്ണു. കളക്ടർ ശാലിനി വിഷ്ണുവിന് ഭർത്താവിന്റെ ഈ പുതിയ പദവിയിൽ എന്തുകൊണ്ട് അഹങ്കരിക്കാം? കാരണം കള്ളന്മാരെ വാനോളം വാഴ്ത്തുന്ന നാടാ നമ്മുടേത്. കളക്ടർ ഭാര്യയ്ക്ക് കൂട്ട് കള്ളൻ ഭർത്താവ്. നല്ല ടൈറ്റിൽ അല്ലേ? അതുപോലെ കേസ് ടൈറ്റ് ആക്കണം. ഊരിപ്പോരാൻ പറ്റാത്ത രീതിയിൽ ചെയ്യാവുന്നതൊക്കെ ചെയ്യണം. പിന്നെ ലോക്കപ്പിലിട്ട് അവനെ തല്ലി ചതയ്ക്കുമ്പോ രഹസ്യമായിട്ട് മതി എന്നെ ഒന്ന് കാണിക്കണം. അവന്റെ 6ാം വാരിയിൽ നോക്കി എനിക്കൊരു ഒറ്റ ഇടി ഇടിക്കണം. ഒരേ ഒരു ഇടി ഇടിക്കണം. അതെന്റെ ഒരു ആഗ്രഹമാ. എന്നെ അവൻ എന്റെ മില്ലിക്കയറി തല്ലിയപ്പോ അങ്ങനെ ഒരു ഇടി എനിക്കിട്ട് തന്നിട്ടുണ്ട്. 4 ദിവസം എടുത്തു ആ ഭാഗത്തെ കല്ലിച്ച് കിടന്ന നീരൊന്ന് പോവാൻ. അത് നമുക്ക് ശരിയാക്കണോ? ആദ്യം അവനൊന്ന് വന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. അവന്റെ ഒടുക്കത്തെ ഹരിശ്രീ എഴുത്ത്. ഒരു മിനിറ്റ്. ഹലോ, അബൂബക്കർ ചന്ദ്രബോസ് സാറേ. എന്താണോ? നസീർ ആ നൂർജഹാനെ തിരക്കി പോയിട്ട് ഇപ്പൊ 1-2 മണിക്കൂറായി. അവനെ ഇപ്പൊ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഒറ്റയ്ക്ക് അന്വേഷിക്കാൻ പോയതല്ലേ, ഒറ്റയ്ക്ക് തന്നെ തിരിച്ചു വന്നോളൂ. ആ പ്രായത്തിന്റെ എടുത്തുചാട്ടത്തില് എന്താ ചെയ്യണ്ടേന്ന് അറിഞ്ഞൂടാത്ത ചെറുക്കനാണ് സാർ അവൻ. എടുത്തുചാട്ടം കാരണം അവൻ ഏതെങ്കിലും ഏടാകൂടത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടോന്ന എന്റെ സംശയം. അവസാനം വിളിച്ചപ്പോ അവൻ പറഞ്ഞതേ ആ പെണ്ണ് നൂർജഹാൻ കുടുംബശ്രീ ശാരദയുടെ വീട്ടിലുണ്ടെന്നാ.